Good afternoon, students. ഇന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ച ഓയിലേഴ്സ് ഇക്വേഷൻ ആയിരുന്നു. എന്തായിരുന്നു ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓയിലേഴ്സ് ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? dp by rho plus v into dv plus g into dz equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു പൈപ്പ് ഫ്ലോയ്ക്കകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബെർണോളി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ്, എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഇതിനെ ഫസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റിംഗും ചെയ്തു, പിന്നെ അത് ഇന്റഗ്രേറ്റിംഗും ചെയ്തു, അത് കഴിഞ്ഞ് ആൻഡ് ഡിവൈഡഡ് ബൈ ജിയും ചെയ്തു. ഡിവൈഡിങ് ബൈ ജിയും കൂടെ ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി ഇക്വേഷനെ? പി ബൈ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പി ബൈ റോ പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി ഇൻറ്റു ഇസെഡ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, എന്നിട്ട് അതിനെ ജിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പി ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g പ്ലസ് ഇസെഡ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. ഇതിനെ പറയുന്ന പേരാണ്, ഈ ഇക്വേഷന്റെ പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. വിളിച്ച പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്കിനി ഇതിൻ്റെ അകത്ത് ഓരോ ടേംസിനെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷൻ ആണ് നമ്മളൊരു പൈപ്പ് ഫ്ലോയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ടേംസിനെയും നമ്മൾ എന്താണ് ഓരോ നെയിം വെച്ചാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം ആണ് പി ബൈ റോ ജി എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ അതിനെ പറയുന്ന പേരാണ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓർ പ്രഷർ ഹെഡ് എന്ന് പറയും. അടുത്തതാണ് വി സ്ക്വയർ ബൈ 2g. അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഹെഡ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഇസെഡ് എന്ന് പറയുന്ന ടേം. അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓർ ഡേറ്റം ഹെഡ്. എന്തായിരുന്നു നമുക്കൊരു ഇക്വേഷൻ കിട്ടിയത്? എന്തായിരുന്നു? പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസെഡ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് പറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ഇതിന്റെ അകത്ത് ഓരോ ടേംസിനെയും നമ്മൾ എങ്ങനെയായിരുന്നു പറയുന്നത്? പി ബൈ റോ ജി എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രഷർ ഉള്ളതാണ്, ഓർത്തിരുന്നാൽ മതി. പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ് എന്നുള്ള പേര് മറന്നു പോകരുത്. പിന്നെ അടുത്ത രണ്ടാമത്തെ വി സ്ക്വയർ ബൈ 2g എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ആലോചിക്കുന്നത്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അവിടെ വരുന്നതിന്റെ പേരാണ് വെലോസിറ്റി ഹെഡ്. പിന്നെ അടുത്ത ഇസെഡ് ആണ് വരുന്നത്. അതിന്റെ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അതിനെ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റം ഹെഡ് എന്നുള്ളത്. ഇതുവരെ മനസ്സിലായല്ലോ? ഇപ്പൊ ഇത് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ്റെ അത് നമ്മൾ എന്താണ് ഫുൾ ഒരു എനർജിയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് based on conservation of energy. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഒരെണ്ണം പഠിച്ചത് ഏതായിരുന്നു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെയാണെന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ അത് ബേസ്ഡ് ഓൺ എന്തായിരുന്നു? കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു.
ഇപ്പൊ മനസ്സിലായി ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് ചോദിക്കുന്നതുമാണ്. ഇനി നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിന് സ്റ്റേറ്റ്മെന്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ സ്റ്റഡി incompressible flow of an ideal fluid comma the total energy per unit weight at any point of flow will be a constant. ഇതാണ് എന്താണ് ബെർണോളിസ് ഇക്വേഷന്റെ സ്റ്റേറ്റ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു സ്റ്റഡി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഫ്ലൂയിഡിന്റെ ഫ്ലോയ്ക്കകത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊരു പോയിന്റ് എടുക്കുവാണെങ്കിലും പോയിന്റിലെ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മുടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ഈസ് സ്റ്റഡി. നമ്മുടെ ഫ്ലോ എന്തായിരിക്കണം? സ്റ്റഡി ആയിരിക്കണം. സ്റ്റഡി എന്ന് പറയാൻ വേണ്ട എന്തായിരുന്നു? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. രണ്ടാമത്തെ എന്തുവായിരുന്നു? ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. എന്തുമായിരിക്കും? ഇൻകംപ്രസിബിൾ എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കണം വരുന്നത്. മൂന്നാമത്തെ ആയിരുന്നു ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. എന്താ ഇറൊട്ടേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് സെന്റർ ഓഫ് മാസ് വെച്ചിട്ടൊന്നും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി മൂന്നാമത്തേതാണ് ഫ്ലോ ഈസ് ഐഡിയൽ. എന്താണ് ഐഡിയൽ എന്ന് പറയുവാണെങ്കിൽ എന്താണ്? വിസ്കോസിറ്റി 0 ആയിരിക്കണം. എഴുതിക്കോണം, വിസ്കോസിറ്റി 0. ഇത്രയാണ് നമ്മുടെ എന്താണ് ബെർണോളിസ് ഇക്വേഷന്റെ അസംഷൻ. ബെർണോളിസ് ഇക്വേഷൻ എവിടെ നിന്നായിരുന്നു നമുക്ക് ഡെറൈവ് ചെയ്ത് വന്നത്? നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ എന്തുവായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ഇന്റഗ്രേറ്റിംഗ് ചെയ്തു, അതുപോലെ തന്നെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ കിട്ടിയത്. എന്തായിരുന്നു ബെർണോളിസ് ഇക്വേഷൻ? P/ρg പ്ലസ് v²/2g പ്ലസ് z ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ബെർണോളിസ് ഇക്വേഷനകത്ത് ഓരോ ടേംസ് എന്തൊക്കെയായിരുന്നു? P/ρg എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രഷർ ഹെഡ് എന്ന് പറയും. v²/2g എന്ന് പറയുന്നതിന് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഇസഡിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, അല്ലെങ്കിൽ പറയുന്ന പേരാണ് ടേറ്റം ഹെഡ്. പിന്നെ ബെർണോളിസ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. പിന്നെ അടുത്തത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? ഇൻ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ഫ്ലോ വിൽ ബി എ കോൺസ്റ്റന്റ് ആണ്. ഇനി അതിൻ്റെ അകത്തുള്ള അസംഷൻസ് ആണ്. അസംഷൻസ് എന്തൊക്കെയായിരുന്നു? ഫ്ലോ ഈസ് സ്റ്റഡി, ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ, ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ, ഫ്ലോ ഈസ് ഐഡിയൽ. എന്താണ് ഫ്ലോ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ എന്ന് പറയുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ എന്ന് പറയുവാണെങ്കിൽ എന്താണ്? അതിന്റെ സെന്റർ ഓഫ് മാസ് വെച്ചിട്ട് നമ്മുടെ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അടുത്ത ഫ്ലോ ഈസ് ഐഡിയൽ. ഐഡിയൽ എന്ന് പറയുന്നത് വിസ്കോസിറ്റി 0 ആയിട്ടായിരിക്കും വരുന്നത്. ഇത്രയാണ് ബെർണോളിസ് ഇക്വേഷന്റെ അസംഷൻസ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഓഫ് 5 cm ഡയ
under a pressure of 29.43 Newton per centimeter square gauge and with a mean velocity of 2 meter per second. Find the total head or total energy per unit weight of the water at a cross section which is 5 meter above the datum line. നമ്മളോട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ അതുപോലെ നമുക്ക് എന്താണ് ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിന്റെ അതെന്ന് പറയുമ്പോൾ എന്താണ് ഇതാണ് പൈപ്പ്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു 5 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രഷർ ഉണ്ട്. നമുക്കൊന്ന് കിട്ടിയേക്കുന്ന കാര്യങ്ങളും കൂടെ ഇടാം. എന്താണ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ് പ്രഷർ P ഈസ് ഈക്വൽ ടു എന്താണ് 29.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും മീറ്ററിലോട്ട് കാണണം. 5 സെന്റിമീറ്റർ ഡയ എന്ന് പറയുന്നതിന് എത്ര ആയിരിക്കും 0.5 മീറ്റർ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ എത്രയാണ് 29.43 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. കൺവേർട്ട് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേക്കാം. 29.43 ഇൻറ്റു ന്യൂട്ടൺ മോളിലാണ് ഡിവൈഡഡ് ബൈ 10⁻⁻⁴. അപ്പം എങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും 29.43 ഇൻറ്റു 10⁻⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറഞ്ഞ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു ഒരു ഡേറ്റം ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഡേറ്റം ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെഡ് ആണ്. സെഡ് എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു 5 മീറ്റർ. അതായത് ഇവിടെ പറഞ്ഞ ഡേറ്റം ഹെഡ് അവിടുന്ന് എന്താണ് ഇതിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുവാണെങ്കിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡേറ്റം ഹെഡ്. പൈപ്പിന്റെ സെന്ററിൽ കൂടെ പണി പോകുന്നതും ആക്കാം. എങ്ങനെയാണ് ഒരു പൈപ്പ് എവിടെ നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് കറക്റ്റ് ക്രോസ് സെക്ഷൻ നമുക്ക് തൽക്കാലം ഇവിടെ അസ്യൂം ചെയ്യാം. അതുകൊണ്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മളോട് പറഞ്ഞ വഴിയാണ് സെഡ്. അതെന്ന് പറഞ്ഞ എത്രയാണ് 5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി എന്താണ് ടോട്ടൽ ഹെഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനകത്ത് എന്തൊക്കെയാണ് ടോട്ടൽ ഹെഡിനകത്ത് പ്രഷർ ഹെഡ് വരും, വെലോസിറ്റി ഹെഡ് വരും, അതുപോലെ ഡേറ്റം ഹെഡ് വരും. ആദ്യം എന്തായിരിക്കും പ്രഷർ ഹെഡ് ഉണ്ട്. പ്രഷർ ഹെഡ് ഉണ്ട് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ് ഇത്രയായിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് പ്രഷർ ഹെഡിന്റെ ഇക്വേഷൻ എന്താണ് P/ρg. പിന്നെ എന്താണ് വെലോസിറ്റി ആണ് v²/2g. ഡേറ്റം ഹെഡ് എന്താണ് z ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. നമുക്ക് അറിയാത്ത എന്താണ് റോയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈക്വൽ ടു എത്രയാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിയുടെ വാല്യൂ എത്രയായിരുന്നു 29.43 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 ഇവിടെയാണെങ്കിൽ ഇടാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി 10 ഇടാം. 10 പ്ലസ് v² വാല്യൂ എത്ര 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 പ്ലസ് സെഡിന്റെ വാല്യൂ എത്രയാണ് 5. എത്ര കിട്ടും നോക്കിക്കേ. ഓക്കെ, എത്ര കിട്ടും ആൻസർ 34.63 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് എന്തായിരുന്നു ഒരു പൈപ്പിന്റെ അകത്തൂടെ 5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിന്റെ അകത്തൂടെ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. വാട്ടറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് 29.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഗേജ് ആണെന്ന് പറഞ്ഞു. ഗേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രഷർ എബോവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അവിടുത്തെ മീൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ് 2 മീറ്റർ പെർ സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു അവിടുത്തെ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ
total energy per unit weight of the water at a cross section which is 5 meter above the datum line. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് നമുക്കറിയാം, പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, വെലോസിറ്റി അറിയാം, ഡേറ്റം ഹെഡ് എന്താണെന്നും അറിയാം. പിന്നെന്താണ് ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അറിയാം, പ്രഷർ എനർജി വരും, പിന്നെന്താണ് കൈനറ്റിക് എനർജി വരും, പൊട്ടൻഷ്യൽ വരും. അല്ലെങ്കിൽ ഹെഡിന്റെ ടൈംസ് പറയുകയാണെങ്കിൽ പ്രഷർ ഹെഡ് വരും, വെലോസിറ്റി ഹെഡ് വരും, ഡേറ്റം ഹെഡും വരും. അപ്പോൾ എന്താണ് അതിന്റെ എല്ലാത്തിനും ഇക്വേഷൻ എഴുതി ഇതിന്റെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത്രയുള്ള നമ്മുടെ ഈ പ്രോബ്ലം. ഞാൻ അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ്. The water is flowing through a pipe having diameters 20 cm and 10 cm at section 1 and 2 respectively. The rate of flow through pipe is 35 liters per second. The section 1 is 6 meter above datum and section 2 is 4 meter above datum. If the pressure at section 1 is 39.24 Newton per centimeter square, find the intensity of pressure at section 2. നമ്മളോട് എന്താണ് പറഞ്ഞത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ട് ഫിഗർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് എന്തായിരുന്നു, ഒരു ഡേറ്റം പോയിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെ, നമുക്ക് എന്താണ് അതുവഴി ഒരു പൈപ്പ് പോയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ 2 ഇതാണ്, ഒരെണ്ണം 6 മീറ്ററിൽ. അപ്പം നമുക്ക് എന്താ പൈപ്പ് ചരിഞ്ഞാണ് നമ്മുടെ പോയേക്കുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായി. അപ്പം നമ്മളെന്താണ് ഒരു ചരിഞ്ഞ് ഒരു പൈപ്പിന്റെ ഒരു ക്രോസ് സെക്ഷൻ വരച്ചു. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റത്തെ പൈപ്പ് ഇവിടെ വന്നു, സെക്കൻഡ് ഇവിടെയും വന്നു. ഇങ്ങനെയാണ് നമ്മുടെ പൈപ്പ് പോയേക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം എന്തായിരുന്നു ഈ സെന്ററിൽ നിന്ന് തൊട്ടുള്ള ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, 6 മീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 മീറ്റർ ആണ്. പിന്നെന്താണ് ഇവിടുത്തെ സെന്റർ തൊട്ട് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 4 മീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇതുവരെ ഡൗട്ടില്ലല്ലോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇതിനെയാണ് സെക്ഷൻ 1 എന്ന് വിളിക്കുന്നത്, ഇതിനെ സെക്ഷൻ 2 എന്ന് വിളിക്കും. ഇതാണ് ഈ സെക്ഷൻ 1 ഇവിടുത്തെ നമുക്ക് എന്താണ് സെക്ഷൻ 2 എന്നും പറഞ്ഞു. ഇനി ഇവിടോട്ട് എന്താണ് നമുക്കൊരു പ്രഷറുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു, 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി സെക്ഷൻ 1 ഞാൻ കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതാൻ പോകും. ഓക്കെ, സെക്ഷൻ 1 എഴുതാൻ പോവാണ്. സെക്ഷൻ 1 അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്കറിയാവുന്നത്, ഫസ്റ്റ് അതിൻ്റെ അകത്തുള്ള ഡയമീറ്റർ എത്രയാണ് നമുക്കറിയാം. ഡയമീറ്റർ എത്രയാണ് 20, D1 എന്ന് പറയുന്നത് എത്രയാണ് 20 സെന്റിമീറ്റർ, അതെന്ന് പറയുമ്പോൾ എത്രയാണ് 0.2 മീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, അവിടുത്തെ പ്രഷറിന്റെ വാല്യൂ P1ന്റെ വാല്യൂ അറിയാം, എത്രയായിരുന്നു 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും 39.24 × 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത എന്താ വരേണ്ടത്, പിന്നെ അടുത്ത എന്താ വരുന്നത്, ഇനി അവിടുത്തെ നമുക്ക് ഡേറ്റം ഹെഡ് ഉണ്ട്. Z1ന്റെ വാല്യൂ എത്രയായിരുന്നു 6 മീറ്റർ ആണ് നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് അടുത്ത സെക്ഷൻ 2 എഴുതാം. സെക്ഷൻ 2 അവിടെ നമുക്ക് എന്താണ് ഡയമീറ്റർ D2ന്റെ വാല്യൂ എത്രയായിരുന്നു 10 സെന്റിമീറ്റർ ആണെന്നറിയാം. അത് പറഞ്ഞാൽ എത്രയായിരുന്നു 0.1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പിന്നെ അവിടുത്തെ പ്രഷറിന്റെ വാല്യൂ നമുക്കറിയത്തില്ല, അവിടുത്തെ P2ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെന്താണ് Z2ന്റെ വാല്യൂ എത്രയാണ് 4 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു, ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെയാ ഒന്ന് എഴുതാം. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, P/ρg പ്ലസ് V²/2g പ്ലസ് Z = കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു സ്ഥലത്തുള്ളതാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇവിടെ എന്താണ് നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്ന കാരണം നമ്മൾ എങ്ങനെ എഴുതും, രണ്ടിനെയും കൂടെ നമുക്ക് എന്താണ് ഒരു പോയിന്റിലെ കോൺസ്റ്റന്റ് മറ്റേ പോയിന്റിലെയും കോൺസ്റ്റന്റ് ഒരേ പൈപ്പിലായതാണ് നമുക്ക് രണ്ടിനെയും കൂടെ എന്താണ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 = P2/ρg പ്ലസ് V2 P1/ρg പ്ലസ് V1²
2g plus z1 equal to p2 divided by rho g plus v2 square divided by 2g plus z2 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇക്വേറ്റ് ചെയ്ത് എഴുതി. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? നമുക്കറിയാം പിയുടെ വാല്യൂ, p1ന്റെ വാല്യൂ അറിയാം, റോയുടെ വാല്യൂ അറിയാം, ജിയുടെ അറിയാം, v1ന്റെ വാല്യൂ അറിയത്തില്ല. പിന്നെ തന്നെ z1ന്റെ അറിയാം. ഇവിടെ p2ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും v2ന്റെ വാല്യൂ അറിയത്തില്ല, z2ന്റെ വാല്യൂ അറിയത്തില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ പോയേക്കുന്ന ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ എത്ര നമുക്ക് അറിയാം. എത്രയാണ് തന്നേക്കുന്നത്? ക്യൂ എന്ന് പറയുന്നത് എത്ര? 35 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നു. അപ്പൊ ഈ ലിറ്ററിനെ നമുക്ക് എന്താണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ടാണ് നമുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ 1000, അതായത് എടുത്തിട്ട് കിട്ടും 0.035 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ലിറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താണ് v1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വഴി പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് പഠിച്ചേക്കുന്നത്? A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അതായത് ഒരു പൈപ്പിന്റെ അകത്തൂടെ പോകുന്ന ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റിലെ ഫ്ലോ എന്ന് പറയുന്നത് മറ്റേ ഫ്ലോയിൽ സൈഡിലെ റേറ്റ് ഓഫ് ഫ്ലോയും ഈക്വൽ ആയിരിക്കും. അത് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി മാറിയാലും എന്തായാലും റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താണ് A1ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. A1 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? π/4 ഇൻറ്റു എത്ര നമുക്ക് തന്നേക്കുന്ന ഡയമീറ്റർ 0.2 സ്ക്വയർ ഇൻറ്റു v1ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പൊ v1 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ എന്ത് തരണം? v1 ഈക്വൽ ടു q1 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. q1 എന്ന് പറയുമ്പോൾ എന്തായാലും അല്ലെങ്കിൽ q എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. q ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 0.035 എന്ന് പറയും. അപ്പൊ നമുക്ക് v1ന്റെ വാല്യൂ എത്ര കിട്ടും? 0.035 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 0.2 സ്ക്വയർ. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് 1.114 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഈ സിമിലർലി നമുക്ക് എന്ത് എഴുതാം? v2ന്റെ വാല്യൂ ഉണ്ട്. v2 ഈസ് ഈക്വൽ ടു 0.035 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 0.1 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും കിട്ടുന്നത്? 4.456 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്താണ്? ഇപ്പൊ നമുക്ക് v1ന്റെയും വാല്യൂ കിട്ടി, v2ന്റെയും വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് അപ്ലൈ ഇൻ ബെർണോളിസ് ഇക്വേഷൻ. ഈ ബെർണോളിസ് ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയായിരിക്കും? പിയുടെ വാല്യൂ എത്രയായിരുന്നു? 39.24 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ റോയുടെ വാല്യൂ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ഇൻറ്റു ജിയുടെ വാല്യൂ 9.81 പ്ലസ് v1 സ്ക്വയറിന്റെ വാല്യൂ എത്ര? 1.114 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് z1ന്റെ വാല്യൂ 6 ഈക്വൽ ടു p2 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 പ്ലസ് v2ന്റെ വാല്യൂ 4.456 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് 4. ഇനി അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് p2ന്റെ വാല്യൂ എത്ര നമുക്കുള്ളത് കണ്ടുപിടിക്കണം. p2ന്റെ വാല്യൂ നമ്മളെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുമ്പോൾ 40.27 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ്. നമ്മൾ പറഞ്ഞ ബെർണോളിസ് ഇക്വേഷന്റെ അസംഷൻസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമ്മുടെ ഫ്ലോ സ്റ്റഡി ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം, പിന്നെന്താണ് ഇറോട്ടേഷണൽ ആയിരിക്കണം, ലാസ്റ്റ് പറഞ്ഞ ഫ്ലോ ഐഡിയൽ ആണെന്ന് പറയണം. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കസ് ആയിരിക്കണം. പക്ഷെ നമ്മൾ ആക്ച്വൽ കേസിൽ നമ്മൾ ഒരു ഫ്ലൂയിഡും എന്താണ് ഐഡിയൽ ആയിരിക്കത്തില്ല. നമുക്ക് എല്ലാ ഫ്ലൂയിഡിനും എന്തായിരിക്കും? വിസ്കോസിറ്റി കാണും. വിസ്കോസിറ്റി കാണുന്ന ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്.
എന്തായിരിക്കും? അപ്പൊ റിയൽ ഫ്ലൂയിഡിന് വരുവാണെങ്കിൽ ഫ്ലൂയിഡിന് എന്തായിരിക്കും? വിസ്കോസിറ്റിയും കാണും, അല്ലെങ്കിൽ വിസ്കോസിറ്റി ഈസ് പ്രസന്റ് ആയിരിക്കും. അപ്പം വിസ്കോസിറ്റി കാണുമ്പോൾ എന്തായിരിക്കും? അതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഫ്രിക്ഷൻ കാണും, ഫ്രിക്ഷനും കാണും. അപ്പൊ ഫ്രിക്ഷൻ കാണുവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമുക്ക് എന്താണ്? ലോസ് ഓഫ് ഒരു എനർജിയും കൂടെ കാണും, നമുക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം ലോസ് ഓഫ് ഹെഡും കൂടെ കാണും. അപ്പൊ നമ്മൾ ഇതിനെ എല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷനെ നമ്മൾ എന്താണ് പുതിയൊരു ഫോർമാറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, റിയൽ ഫ്ലൂയിഡ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ബെർണോളിസ് ഇക്വേഷനാണ് P1 by rho g plus V1 square by 2g plus Z1 equal to P2 divided by rho g plus V2 square divided by 2g plus Z2 plus ഒരു HL എന്ന് പറഞ്ഞൊരു ടേം കൂടെ വന്നു. ഈ HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 പോയിന്റിന്റെ വെച്ചാണ് നമ്മൾ ഇക്വേഷൻ ചെയ്തത്. HL എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? ലോസ് ഓഫ് എനർജി ബിറ്റ്വീൻ പോയിന്റ് 1 and 2 ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു തിയറിയും കൂടെ അവിടെ എഴുതിക്കോളാം. ബെർണോളിസ് ഇക്വേഷൻ was derived on the assumption that fluid is non-viscous and therefore frictionless. But all the real fluid are viscous and hence offers resistance to flow. Therefore, Bernoullis equation for real fluid between two points 1 and 2 is പറഞ്ഞിട്ട് രണ്ട് ഈക്വേഷൻ എഴുതുക. അതിൻ്റെ HL എന്താണെന്നുള്ളതും കൂടെ എഴുതുക. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളാം. എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 400 mm carries water at a velocity of 25 meter per second. The pressure at the point A and B are given as 29.43 Newton per centimeter square and 22.563 Newton per centimeter square respectively, while the datum head of A and B are 28 meter and 30 meter. Find the loss of head between A and B. നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ നമുക്ക് ലോസ് ഓഫ് ഹെഡ് പറയാതെ തന്നെ നമുക്കൊരു 400 mm ഡയ ഉള്ളൊരു പൈപ്പാണ് നമുക്കറിയാം. ഇത് നോക്കിക്കേ, ഒരു സെയിം ക്രോസ് സെക്ഷനാണ്, ക്രോസ് സെക്ഷനിലൊന്നും വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ നോക്കാം, ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഫസ്റ്റ് പോയിന്റിനെയാണ് ഞാൻ എ എന്ന് വിളിച്ചേക്കുന്നു, സെക്കൻഡ് പോയിന്റിനെ ഞാൻ ബി എന്നും വിളിച്ചു. ഇതാണ് ഡേറ്റം ലൈൻ. ഡേറ്റം ലൈൻ എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് ഡേറ്റം ലൈൻ. ഇതിൻ്റെ ഈ സെൻറ്ററിലാണ് നമുക്ക് പോകുന്നത്, നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് സെൻട്രൽ ലൈൻ അസ്യൂം ചെയ്യും. ഇവിടം വരെയുള്ള നമ്മുടെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ Z1 എന്ന് വിളിക്കുന്നത്. Z1ൻ്റെ വാല്യൂ എത്രയാണ്? 28 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇവിടം വരെയുള്ള ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Z2, ദാറ്റ്സ് ഈക്വൽ ടു 30 മീറ്റർ ആണെന്ന് പറഞ്ഞു. നമുക്കെന്താണ് ഒരേ ഡയമീറ്റർ ഉള്ള പൈപ്പാണ്, പക്ഷെ നമുക്ക് ഇവിടുത്തെ പ്രഷർ എന്താണ്?
ഇവിടുത്തെ P1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 29.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്കറിയാം. P2ന്റെ പക്ഷേ പ്രഷർ എത്രയായിരുന്നു? നമുക്ക് ആക്ച്വൽ കേസിൽ അവിടെ ഒരു ലോസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുത്തെ പ്രഷർ നമുക്ക് അവിടെ കിട്ടണമല്ലോ, പക്ഷേ നമുക്ക് ഇവിടെ അത്രയും പ്രഷർ കിട്ടുന്നില്ല. P2ന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ 22.563 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ഇടയ്ക്കോട്ട് പ്രഷർ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് അത് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്രയാണ്? 400 mm ആണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 0.4 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ അകത്തൂടെ പോകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി അതെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അതിനകത്ത് തന്നെ ആയിരിക്കും എയിലെ വെലോസിറ്റി അത് തന്നെയായിരിക്കും, ബിയിലെ വെലോസിറ്റി അത് തന്നെയായിരിക്കും. അത് എത്ര തന്നേക്കുന്നത്? 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ് നമുക്ക് തന്നേക്കുന്നത്? പ്രഷർ അറ്റ് എ, പി എ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 29.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 29.43 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത വന്നേക്കുന്നത് എന്തായിരുന്നു? Z1ന്റെ വാല്യൂ എത്രയായിരുന്നു? 28 മീറ്റർ ആണ് വന്നേക്കുന്നത്. ഇത് എയിലാണ് വന്നേക്കുന്നത്. അപ്പം therefore ഇവിടുത്തെ ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇത് അറ്റ് എയിലെയാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ വന്നേക്കുന്നത്? ടോട്ടൽ എനർജി അറ്റ് എ കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി അറ്റ് എ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യാൻ ഇ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പം എന്താണ് നമ്മുടെ ടോട്ടൽ എന്ത്? P/ρg പ്ലസ് V²/2g പ്ലസ് Z എന്ന് പറഞ്ഞ് എഴുതാം. പി എയുടെ വാല്യൂ എത്രയായിരുന്നു? 29.43 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ വാട്ടർ ആണ് നമുക്ക് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം 1000 ഇൻറ്റു 9.81 പ്ലസ് V1ന്റെ വാല്യൂ എത്രയാണ്? ബി എയുടെ വാല്യൂ 25² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് 28 ആണ് വന്നേക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ? ഓക്കെ, അപ്പോൾ എത്രയാണ് വാല്യൂ കിട്ടിയത്? നമുക്ക് എത്രയാണ്? 89.85 മീറ്റർ എന്ന് പറഞ്ഞാണ് നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ അറ്റ് പോയിന്റ് ബിയിൽ ചെയ്യണം. പോയിന്റ് ബിയിലെ പ്രഷർ എത്രയായിരുന്നു? പി ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 22.563 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പം 22.563 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. അവിടുത്തെ ZBയുടെ വാല്യൂ എത്ര ആയിരിക്കും? 30 മീറ്റർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി VBയുടെ വാല്യൂ എത്ര ആയിരിക്കും? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താണ് ഇവിടുത്തെയും എനർജി ടോട്ടൽ എനർജി ആയിട്ട് ബി കണ്ടുപിടിക്കണം. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് EB എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. എന്തായിരിക്കും വരുന്നത്? 22.563 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 പ്ലസ് 25² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് 30. എത്ര കിട്ടും നോക്കിക്കേ. നമുക്കപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 84.85 ഈക്വൽ ടു 84.85 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നോക്കിക്കേ, എയിലെ പ്രഷർ ഡിഫറൻസ് എനർജി എന്ന് പറയുന്നത് 89 ആണ്, ഇവിടെ ബിയിലെ എന്ന് പറയുന്നത് 84 ആണ്. അപ്പം therefore ലോസ് ഓഫ് എനർജി ഈക്വൽ ടു EA മൈനസ് EB. ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? ഓക്കെ, EA മൈനസ് EB. ഇയുടെ വാല്യൂ എത്രയായിരുന്നു? 89.85 മൈനസ് EBയുടെ വാല്യൂ എത്രയായിരുന്നു? 84.85. അപ്പോൾ എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക? 5 മീറ്റർ. ഇതാണ് നമുക്ക് ലോസ് ഓഫ് എനർജിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പിന്നെ ഇത് പ്രോബ്ലം മനസ്സിലായല്ലോ. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് പാസ്സാകാൻ പറ്റത്തുള്ളൂ. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബെർണോളിസ് ഇക്വേഷൻ. ഇനി അടുത്തതാണ് ടോപ്പിക്കാണ്
പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് Bernoulli's equation. ഇതിൻ്റെ അത് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ്റെ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നു 3 ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് വെഞ്ചൂരി മീറ്റർ. രണ്ടാമത്തെ ആണ് ഓറിഫൈസ് മീറ്റർ. മൂന്നാമത്തെ ആണ് പിറ്റഡ് ട്യൂബ്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. ഇത് നമ്മുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ഒരു കാര്യം മാത്രം ആലോചിച്ച് വെക്കാം, ഈ വെഞ്ചൂരി മീറ്ററിനകത്തും ഓറിഫൈസ് മീറ്ററിനകത്തും ബെർണോളിസ് ഇക്വേഷൻ വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഡിസ്ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പിറ്റഡ് ട്യൂബിൻ്റെ അകത്താണ് നമ്മൾ വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നതാണ് എയ്റോപ്ലെയിൻ വർക്കിംഗ് ഓഫ് എയ്റോപ്ലെയിനിലും നമ്മളെന്താണ് ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മെസ്സേജ് ചെയ്താൽ മതി.